ഹായ് ഗായ്സ്. ഹായ്, നമ്മൾ നാഗരാജയുടെ പാട്ട് കേൾക്കാൻ പോവാണ്. ഹായ്, ഹലോ. എങ്ങനെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, തിരിച്ചു വന്നിരിക്കുകയാണ്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നമ്മുടെ കോഹ്ലിയുടെ ജൂക്ക് ബോക്സ് റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്. മുമ്പ് നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, 3 എണ്ണം. അതെല്ലാവരും കയറി കാണുക, കണ്ടിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ കോഹ്ലിയുടെ ജൂക്ക് ബോക്സ് റിലീസ് ആയിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മള് നാഗാർജുനയുടെ ഒരു പിക്ക് വെച്ചിട്ട് ഒരു പോസ്റ്റർ റിലീസ് ആയിട്ടുണ്ട്. ആ പോസ്റ്ററിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ജൂക്ക് ബോക്സിൽ മ്യൂസിക് ഇട്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം, ചിലപ്പോ നാഗാർജുനയുടെ സോങ് ആയിരിക്കാം. അങ്ങനെ ആയിരിക്കണം. ഐ ആം ഡേഞ്ചർ എന്നാണ് അതിന് അവർ ഹെഡിങ് കൊടുത്തത്. ഇതില് ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഹൈസൻബർഗ് ആണ്. അപ്പോ ഹൈസൻബർഗിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആളൊരു ബ്രേക്കിംഗ് ബാഡ് ഫാനാണ്. കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിലെ കുറെ വേർഡ്സ് നമ്മള് പവർ ഹൗസിലും ഉണ്ട്, ഈ സോങ്ങിലും ഉണ്ട്. നമ്മളും എല്ലാവരും ബ്രേക്കിംഗ് ബാഡ് ഫാൻസ് ആണ്. അപ്പോ നമുക്കിത് കണ്ടു തിരിച്ചു വരാം. ഓക്കെ, മസ്റ്റ് യൂസ് ഹെഡ്സെറ്റ്. പ്ലേ. We got 16, 24, 40. Put your hands up in the air and say cheers. We got girls on call 24/7. Got guns and coca feels better than heaven. I'm just a sweet talking bro, slipping certified player. Quit talking shit, son, 'cause I'm not in danger. I am the danger. എന്താ സാധനം, എന്ത് സാധന. Talking shit, son, 'cause I'm not in danger. All you mobsters. All you mobsters. Listen up. Got a big ass crib out in the sea, a lot of gold champagne and Hennessy. The money talk loud, yours barely speaks. Came from the dirt, now we own these streets. I'm just a sweet talking blow, sniffing certified player. Quit talking shit, son, 'cause I'm not in danger. I am the danger. Kingpin on the phone, talk no more. Kingpin on the phone, speak no more. Kingpin on the phone, talk no more. Simon said, "For some more." Kingpin on the phone, speak no more. Simon says, "I like it raw." Kingpin on the phone, talk no more. Simon says, "For some more." Kingpin on the phone, speak no more. Simon says, "I like it raw." എന്താ സാധനം, പവറല്ലേ. Quit talking shit, no son, 'cause
കഴിഞ്ഞു. കഴിയണ്ടായിരുന്നു തോന്നരുത്. അയ്യോ എടാ ഞാനുണ്ടല്ലോ സത്യം പറയാം, ഫസ്റ്റ് ആ മ്യൂസിക് തുടങ്ങിയ ഒരു സമയമില്ലേ, അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടല്ലോ ആ ഒരു സാധനമില്ലേ, അതാണ് അതിന്റെ ഒരു ഫീലിലേക്ക് നമ്മൾ ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, നമ്മളിങ്ങനെ രോമം ഇതാവില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് തുടക്കം കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ തോന്നുന്നത്. അതേപോലെ ഒരു ഫീല് തന്നെ. അല്ല എനിക്ക് തോന്നണേ നാഗാർജുന വില്ലൻ വേഷം ചെയ്യില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അതെ അതെ, ഫുള്ള് നായക വേഷം. ആളുടെ കരിയർ സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടെ വരെ നായക വേഷം എപ്പോഴും ബെസ്റ്റ് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സാധനം അഭിനയിച്ചു. ഇതിലൊരു വില്ലൻ വേഷം പുള്ളി എടുത്തപ്പോ നമുക്കത് ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളി ഇങ്ങനെ ഒരു നെഗറ്റീവ് റോൾ എടുക്കുന്നുള്ളത്. അതായത് ലോകേഷ് 6 പ്രാവശ്യം ആളുടെ അടുത്ത് കഥ പറഞ്ഞു. അതായത് ഒരു പ്രാവശ്യം കേട്ടപ്പോ തന്നെ പുള്ളി ഓക്കെ അടിച്ചു. എന്നിട്ട് പുള്ളിക്ക് പിന്നെ ആഗ്രഹം കൊണ്ട് അപ്പൊ ആളുടെ ക്യാരക്ടർ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കി ചിന്തിക്കാറ്. ആ പിക്ചറിലായാലും മ്യൂസിക് ബേസിക്കലി ഞാൻ അനി ഫാനാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നീ എന്നല്ല, നമ്മളിപ്പോ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അനിയുടെ ഒരു മ്യൂസിക് ആർക്കും ഇഷ്ടമല്ലാതെ പറയാൻ. പക്ഷെ പുള്ളിക്ക് ഒരു വില്ല വേഷം കൊടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ ഏറ്റവും മാക്സിമം ലെവലിലായിരിക്കും സംഭവം പൊളിച്ചു. സംഭവം കൊള്ളാം. വേറെ ഒന്നും കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാട്ട് തീരില്ലെന്ന് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു പിന്നെ നമ്മുടെ ലിറിക്സ് പുള്ളി ബേസിക് ഭയങ്കര ഫാനായി. ഓരോ ലിറിക്സ് ഫുൾ ഇംഗ്ലീഷാണ്. അത് ആ മറ്റേ ഇതിൽ നിന്ന് പുള്ളി എടുത്ത്, കാരണം പുള്ളി അത്രയും കട്ട ഫാനാണല്ലോ, എടുത്ത് ചെയ്തേക്കണം. എന്തായാലും സംഭവം പൊളിച്ചു. സംഭവം ആരായാലും കേട്ട് ഇരുന്ന് പോകുന്നൊരു പാട്ട്. എനിക്ക് തോന്നുന്നു സംഭവത്തില് പുള്ളിക്ക് ഭയങ്കര ഒരു നാഗാർജുനക്ക് ഭയങ്കര ഒരു ഇത് കൊടുക്കും. അനി മ്യൂസിക് ആയാലും സോങ് ആയാലും അതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് കേട്ടാ മനസ്സിലാവും. അനി മാത്രമല്ല ലോകേഷും കൊടുത്തിട്ടുണ്ട്. ആ ഒരു സാധനം ഉണ്ട്. നമ്മളെല്ലാരും വെയിറ്റിംഗ് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് ഓരോ ക്യാരക്ടറിനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് അതിന്റെ കാര്യം. ഇനി അടുത്ത ചൊവ്വാഴ്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളൂ. സമയമില്ല, വെയിറ്റ് ചെയ്യാൻ അല്ലാതെ നിർത്തിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാൻ സമയമൊക്കെ കടന്നു പോകും. ഞങ്ങൾ ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. 6 മണിക്ക് പോയി കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും. എന്തായാലും സംഭവം അടിപൊളി. നിങ്ങൾ കേട്ടു നോക്കണം. കേൾക്കേണ്ട ഒരു പാട്ടാണ്. കേട്ടു നോക്കണം. എന്നിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ഇടണം. അത് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് കാണാം. ബൈ.